വാഷിംഗ്ടൺ അമേരിക്കയുടെ സുവർണകാലം തുടങ്ങിയെന്ന് ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി സ്ഥാനമേറ്റ ശേഷം നടത്തിയ അഭിസംബോധനത്തിലാണ് ഈ പ്രഖ്യാപനം. അമേരിക്കയുടെ വിഷയം അവസാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. 4 വർഷത്തിനു ശേഷമാണ് US പ്രസിഡന്റായ ട്രംപ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായാണ് ട്രംപ് വീണ്ടും സ്ഥാനമേറ്റത്. വൈസ് പ്രസിഡന്റ് JD വൻസാണ് ആദ്യ സത്യപ്രതിജ്ഞ ചെയ്തത്. രണ്ടാമത് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. തന്നെ ഇല്ലാതാക്കാൻ എതിരാളികൾ ശ്രമിച്ച കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ട്രംപിന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസംഗം ആരംഭിച്ചത്. ദൈവമാണ് തന്നെ 47ാമത്തെ പ്രസിഡന്റ് ആക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ ജോലിക്കാരും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ വ്യാപാര കരാറുകൾ പുനരവലോകനം ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു. ഊർജത്തിന്റെ വില കുറയ്ക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നായിരുന്നു ഒരു പ്രധാന പ്രഖ്യാപനം. ഇതിനായി ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഊർജത്തിന്റെ വില വർധനവ് മൂലമാണ് അമേരിക്കയിൽ പണപ്പെരുപ്പം വർദ്ധിക്കുന്നതെന്ന വിലയിരുത്തൽ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രഖ്യാപനം. അദ്ദേഹത്തിന്റെ ഓരോ വാചകത്തെയും ഗംഭീര കയ്യടികളോടെ സദസ്സ് എതിരേറ്റത്. ഉക്രൈൻ യുദ്ധം നിർത്തും, മധ്യേഷ്യയിലെ കുഴപ്പങ്ങൾ തീർക്കും, 3ാം ലോക മഹായുദ്ധം തടയും എന്നീ കാര്യങ്ങളും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതേപോലെ അമേരിക്കയെ ലോകത്തിലെ സൂപ്പർ പവറാക്കി മാറ്റും എന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ട്രംപ് പ്രസംഗിച്ചിരുന്നതായാണ്. കുടിയേറ്റത്തിനായി കടുത്ത നടപടിയടക്കം തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം. പ്രശസ്ത ഗായകൻ ക്രിസ്റ്റഫർ മാത്യു ആലപിച്ച ദേശാഭക്തി ഗാനത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും അടക്കം രാജ്യത്തെ പ്രധാന വ്യക്തികൾ ചടങ്ങ് നടക്കുന്ന ദേശീയ വേദിയിലേക്ക് ഒന്നാമതായി. ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചടങ്ങിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നും റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയും ഭാര്യ നീത അംബാനിയും പങ്കെടുത്തു.